കൃഷ്ണ ജ്യോതിശാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടി. രാഹു കേതുക്കളുടെ മാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. രാഹു കേതുക്കൾ കൊല്ലവർഷം 1200 ആണ്ട് ഇടവ മാസം 24 തീയതി 2025 മെയ് 18 രാത്രി 7 മണിയോടുകൂടി ഇതുവരെ മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന രാഹു കുംഭം രാശിയിലേക്ക് മാറുകയാണ്. അതുപോലെ തന്നെ കന്നി രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കേതു ചിങ്ങം രാശിയിലേക്ക് മാറുകയാണ്. അത് കാരണം കൊണ്ട് തന്നെ ധനുക്കൂറുകാർക്ക് എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ചേരുന്ന ധനുക്കൂറുകാർക്ക് ഇതുവരെ സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഇടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു അവിടെ നിന്ന് മാറി അനുകൂലപരമായിട്ടുള്ള 3-ാം ഭാവത്തിലേക്ക് മാറുകയും 10-ാം ഭാവമായിട്ടുള്ള തൊഴിൽ സ്ഥാനമായിട്ടുള്ളതും കർമ്മസ്ഥാനമായിട്ടുള്ള 10-ാം ഭാവത്തിൽ ഉപദ്രവസ്ഥാനത്ത് 2 ഉപദ്രവമായിരുന്നു. സുഖസ്ഥാനമായ 4-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതും 10-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതും വളരെ ദോഷകരമായിട്ടുള്ള ഒരു സമയഘട്ടമായിരുന്നു. ആ സമയഘട്ടത്തിൽ നിന്ന് മാറുകയാണ്. 10-ൽ നിന്ന് കേതു 9-ലേക്ക് പോവുകയാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് ദേഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഇടുപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും നട്ടല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനങ്ങൾ നേടി വരുവാനുള്ള സാധ്യതകളും രോഗാധിക്യത്തിൽ നിന്നും ഒന്നല്ലെങ്കിൽ ഒന്ന് രോഗാധിക്യത്തിൽ നിന്നും ഉള്ള സംഭവങ്ങളിൽ നിന്നും അലർജി സംബന്ധമായിട്ടുള്ള ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും മോചനം നേടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കർമ്മ പുരോഗതി തൊഴിൽ പുരോഗതി തടസ്സങ്ങളിൽ നിന്ന് മാറി വരുവാനും തൊഴിൽ പുരോഗമനം വരുവാനുള്ള സാധ്യതയും ഇവർക്ക് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് ധനുക്കൂറുകാർക്ക് വളരെ ഉപകാരപരമായിട്ടുള്ളൊരു മാറ്റമാണ് രാഹുകേതുക്കളുടെ മാറ്റത്തിൽ നിന്ന് കിട്ടുന്നത് എന്ന് തന്നെ പറയാം. അത്രത്തോളം ദോഷങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ടാവും. ഈ രാഹുകേതുക്കൾ 4-ാം ഭാവത്തിലും 10-ാം ഭാവത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊഴിൽ നഷ്ടം, തൊഴിൽ സ്ഥാനഭ്രംശം, തൊഴിൽ നാശം, തൊഴിൽ മന്ദത, തൊഴിൽ സ്തംഭനം, തൊഴിൽ മാറുക, പിന്നെ വേറെ തൊഴിൽ കിട്ടാതിരിക്കുക, അലച്ചിൽ വരിക, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുക, കലഹങ്ങളുണ്ടാകുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളുണ്ടാകുക, സന്താനങ്ങളുമായിട്ട് കലഹങ്ങളുണ്ടാകുക, സന്താനങ്ങൾക്ക് ഐശ്വര്യക്കുറവുണ്ടാവുക, സന്താനങ്ങളുടെ പ്രവർത്തികൾ ശരിയില്ലാതെ ഉണ്ടാവുക, സന്താനങ്ങളുടെ ജോലിക്ക് തടസ്സങ്ങൾ ഉണ്ടാവുക, സന്താനങ്ങളെ പറ്റി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, ബന്ധു സമൂഹങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവിക്കുക, ഭവന നിർമ്മാണത്തിൽ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് വിഷമതകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 4-ാം ഭാവത്തിൽ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ഭവന സംബന്ധമായിട്ടുള്ള 4-ാം ഇടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ഭവന നിർമ്മാണത്തിൽ ഒരുപാട് പാഴ്ചെലവുകളും ഫാൾട്ടുകളും സ്വസ്ഥതകളും സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് ദോഷങ്ങളുണ്ട് എന്ന് പറയുകയും ഭവനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭവന സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും വാസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലെല്ലാം പോയി പെട്ട് ആകെ വട്ടത്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സംഭവഘട്ടങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം പരിഹാര മാർഗങ്ങളെല്ലാം ചെയ്യുവാൻ സാധിക്കാതിരുന്നവർക്ക് ഇനിമേൽ അത് സാധിച്ചു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള 4-ാം രാജ്യ സംബന്ധമായിട്ടുള്ള രാജ്യത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് വിട്ടുപോയിട്ട് പുറത്തു പോയിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ, അതായത് അവിടുന്ന് പറഞ്ഞയക്കുന്നില്ല അല്ലെങ്കിൽ ലീവ് കിട്ടുന്നില്ല എന്നുള്ള ഒരു സംഭവങ്ങളിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വന്ന് തിരിച്ചു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ സ്തംഭനത്തിൽ നിന്ന് മോചനം നേടി പുതിയ തൊഴിൽ മാർഗങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തൊഴിൽ മേലെ പുരോഗതിക്കാനുള്ള സാധ്യതയുണ്ട്. ബന്ധു സമൂഹങ്ങളെല്ലാം വെറുത്തുകൊണ്ടിരുന്നവരെല്ലാം അതിൽ നിന്നും മനോഭാവങ്ങൾ മാറി നമ്മളോട് സ്നേഹം തോന്നിക്കുന്ന ഒരനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദേഹപുഷ്ടി വരുവാനുള്ള സാധ്യതയുണ്ട്. ദേഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുവാനുള്ള സാധ്യതയുണ്ട്. അലോപ്പതി സംബന്ധമായിട്ടും ആയുർവേദ സംബന്ധമായിട്ടും ഹോമിയോ സംബന്ധമായിട്ടും പരിശോധിച്ച് മതിയായിട്ട് നിൽക്കുന്നവർക്കെല്ലാം അതിൽ നിന്ന് മോചനം നേടി ഉചിതപരമായിട്ടുള്ള ചികിത്സ കിട്ടുവാനും അല്ലെങ്കിൽ
നമ്മുടെ മനസ്സ് പറയുന്ന സ്ഥലത്തിലേക്ക് ചികിത്സയ്ക്ക് പോയി അവിടുന്ന് ചികിത്സ കിട്ടുവാനുള്ള സാധ്യതകളും എല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എല്ലാം കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങി വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 4-ാം ഇടത്തിൽ നിൽക്കുന്ന രാഹു ചിലപ്പോൾ വീട് വിൽപ്പനയ്ക്ക് വരിക, അതായത് കടബാധ്യതകൾ മൂലം വീട് വിറ്റേ മതിയാവൂ എന്നുള്ള അവസ്ഥകളുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ പരിഹാര മാർഗങ്ങളെല്ലാം മാറി ചിലപ്പോൾ ആരെങ്കിലും സഹായഹസ്തങ്ങളുമായി വന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിഹാരങ്ങളെല്ലാം വന്ന് അതിൽ നിന്നെല്ലാം മോചനം നേടുവാനുള്ള സാധ്യതകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് കാരണം വീട് വിൽക്കാനുള്ള ഒരു അവസരം പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാതെ കുറച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുക. കാരണം ചിലപ്പോൾ ചില അവസ്ഥകളിൽ പെട്ടിരിക്കുന്ന അവർക്കെല്ലാം വീട് വിറ്റാലും ചിലപ്പോൾ കടമയിടാത്ത അവസ്ഥകൾ ഉണ്ടാവും. അത് കാരണം വീട് വിറ്റിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥകളുണ്ടാവും. സ്വാഭാവികപരമായിട്ട് ചിലപ്പോൾ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതകൾ നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് കാരണം ഭവന നിർമ്മാണത്തിലാണെങ്കിലും ഭവന വിൽപ്പനയിലാണെങ്കിലും ജപ്തി നടപടികളിലാണെങ്കിലും വിട്ടുവീഴ്ചകൾ വരുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അത് കാരണം ഊർജിതപരമായിട്ടുള്ള സ്വഭാവപരമായിട്ടുള്ള ബുദ്ധി സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ ഉൾക്കൊള്ളുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുവാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. ഭാഗ്യം തെളിഞ്ഞു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് കാരണം ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. ഭവന നിർമ്മാണം ചെയ്യുന്നവർ ആലോചിച്ച് പ്രവർത്തിച്ച് ചെയ്യുക. ഇതുവരെയ്ക്കും ചെയ്ത തെറ്റുകളെല്ലാം മാറ്റി ഇനിയുള്ള രീതികൾ അല്ലെങ്കിൽ ഇനിയുള്ള ഭവന നിർമ്മാണങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ പറ്റും എന്ന് തന്നെ പറയുന്നത്. അതുപോലെ തന്നെ കുറേ കാലമായി ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ട് ഭവനം പൂർത്തീകരിക്കാതിരിക്കുന്നവർക്ക് ഭവനം പൂർത്തീകരിച്ച് ആ ഭവനത്തിൽ ഇരിക്കുവാനുള്ള യോഗങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 4-ാമത് രാജ്യസംബന്ധമായിട്ട് വിദേശ സംബന്ധമായിട്ടുള്ളതും യാത്രാ സംവിധാനപരമായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങളെല്ലാം ഉള്ളവർക്ക് അതെല്ലാം മാറി വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിലവസരങ്ങൾക്ക് പോകാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു വരികയും അതിനുള്ള ധനാഗമങ്ങൾ വന്നു ചേരുകയും അതുപോലെ തന്നെ അതിനുള്ള ഏജൻറ്റുകളോ അല്ലെങ്കിൽ ഏജൻറ്റ് മുഖേനയോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗ്യവശാലുള്ള ഏതെങ്കിലും ദൂതന്മാർ വഴിയുള്ള ഓരോരോ അനുകൂല്യങ്ങൾ വന്ന് ഭാഗ്യകടാക്ഷങ്ങൾ കൊണ്ട് വന്നു ചേരുകയും അതുമൂലം വിദേശ യാത്രയ്ക്ക് തയ്യാറുകയും വിദേശത്ത് പോയി വിജയിക്കുവാനുള്ള സാധ്യതകളെല്ലാം ഇവർക്കുണ്ട്. അലോപ്പതി മേഖലയിലാണെങ്കിലും മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലയിലാണെങ്കിലും ഹോമിയോപ്പതി മേഖലയിലാണെങ്കിലും ആയുർവേദ സംബന്ധ മേഖലയിലാണെങ്കിലും ചികിത്സയിൽ കഴിയുന്നവർക്കെല്ലാം ഇനി ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ധനുക്കൂറുകാർക്ക് രാഹുകേതുക്കളുടെ മാറ്റം വളരെ വളരെ ആശ്വാസകരമായിരിക്കും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. ഇവർക്ക് സുഖിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വിവാഹ ജീവിതം മടുത്ത് രണ്ടുപേരും വിവാഹ ബന്ധത്തിൽ നിന്ന് മോചനം നേടുവാനായി കുടുംബ കോടതികളോ കോടതി കേസുകളിലോ കയറിയിറങ്ങുന്നവർക്കെല്ലാം മനമാറ്റങ്ങൾ വന്നു ചേരുവാനും വീണ്ടും യോജിച്ചു പോകാനുള്ള സാധ്യതകളും വരുവാനുള്ള സാധ്യതയുണ്ട്. അതല്ല ഇനി പിരിഞ്ഞേ തീരുവുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനും അനുകൂലപരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അത് കാരണം കൊണ്ട് തന്നെ ധനുക്കൂറുകാർക്ക് ഈ രാഹുകേതുക്കളുടെ മാറ്റത്തിൽ നിന്നും വലിയൊരു നേട്ടം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് കടബാധ്യതകളും മറ്റുള്ളതും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഭവന നിർമ്മാണത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കും ആശ്വാസകരമാണ്. അതുപോലെ കുടുംബജീവിതത്തിൽ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വളരെ മാറ്റങ്ങളുണ്ടാവും. അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകൾ സ്തംഭിച്ചു പോയവയും പുതിയ തൊഴിലിന് ആഗ്രഹിക്കുന്നവർക്കും പുതിയ മാർഗങ്ങൾ തേടി വരുവാനുള്ള സാധ്യതയും ഭാഗ്യകടാക്ഷങ്ങൾ വഴി അത് പുനരുദ്ധരിക്കുവാനുള്ള സാധ്യതയും യാത്രകൾ കൊണ്ട് ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും കിട്ടാക്കടങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും ശത്രു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളിൽ നിന്നുമെല്ലാം മോചനങ്ങൾ നേടുവാനുള്ള സാധ്യതയും കടബാധയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാധ്യതയും ആത്മഹത്യയിൽ നിന്നും മോചനം നേടുവാനുള്ള സാധ്യതയും എല്ലാം ഇവർക്കുണ്ട്. നമസ്കാരം.